സംസ്ഥാനത്തെ ആവേശത്തിലാക്കി പ്രധാനമന്ത്രി. ഇടത് വലതു മുന്നണികൾക്ക് രൂക്ഷ വിമർശനം. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ജയിലിലടയ്ക്കും. കേരളത്തിന് നൽകിയതെല്ലാം അക്കമിട്ട് നിരത്തി മോദി. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാത്ത ഇടത് സർക്കാരിനെ കേരളം തൂത്തെറി. जो अब तक नहीं बदला वो अब बदलेगा. तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा. കേരളത്തിൽ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിൻ സർവീസുകളാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. 3 അമൃത് ഭാരത് ഉൾപ്പെടെ 4 ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കും. കേന്ദ്രം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമെന്നും പ്രഖ്യാപനം. കേരളത്തിന്റെ കൂടുതൽ ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി. ബി.ജെ.പി ബന്ധത്തിൽ 2020-ൽ പ്രതിഷേധം. ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. ജനപ്രതിനിധികളടക്കം കൂടുതൽ പേർ രാജിവെക്കുമെന്ന് സൂചന. 2020 മുന്നണിയിലെത്തിയത് നേട്ടമാകുമെന്ന വിലയിരുത്തലിൽ എൻഡിഎ. മോദിക്കൊപ്പം മുൻനിരയിൽ വേദി പങ്കിട്ട് സാബു ജേക്കബ്. അടൂർ പ്രകാശിന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കൂടുതൽ ചിത്രങ്ങൾ. ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തിയതും പോറ്റിയിൽ നിന്ന് സമ്മാനം വാങ്ങുന്നതും ചിത്രങ്ങളിൽ. കവറിൽ ഈന്തപ്പഴമെന്ന അടൂർ പ്രകാശ്. ചിത്രങ്ങൾ പുറത്തുവന്നതിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംശയിച്ച് UDF കൺവീനർ. സ്വർണക്കൊള്ളയിൽ ജാമ്യം നേടിയ മുരാരി ബാബു ജയിലിന് പുറത്തേക്ക്. ഫേസ് ക്രീം മാറ്റിവെച്ചതിന് അമ്മയോട് മകളുടെ കൊടും ക്രൂരത. 70 വയസ്സുള്ള അമ്മയുടെ വാരിയല് കമ്പിപ്പാര കൊണ്ട് തല്ലിയൊടിച്ചു. അറസ്റ്റിലായ കൊച്ചി പനങ്ങാട് സ്വദേശി നിവിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. രക്ഷയില്ല. നഗ്ന ദൃശ്യം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണി. റൂബിക് മണി ആപ്പിനെതിരെ പരാതി നൽകി ബന്ധുക്കൾ. നോവായി നേപ്പാൾ യുവതി ദുർഗാകാമി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ യുവതി മരിച്ചു. ആരോഗ്യനില വഷളായത് ഇന്നലെ വൈകിട്ട്. സാധ്യമായതെല്ലാം ചെയ്തെന്ന് ആരോഗ്യമന്ത്രി.